ഹായ്, ഫുട്ബോൾ ഒരു കളിക്കാരന്റെ പരാജയം എവിടെയാണ് ആരംഭിക്കുന്നത് വെച്ചാൽ അയാളുടെ ട്രെയിനിങ് സെഷനിലാണ്. അതെന്താണ്? അപ്പം ഈ ബിൽ ഗേറ്റ്സ് പറഞ്ഞൊരു വാചകമുണ്ട്, ദ സീക്രട്ട് ഓഫ് യുവർ ഫ്യൂച്ചർ ഈസ് ഹിഡൻ ഇൻ യുവർ ഡെയിലി റുട്ടീൻ. നിങ്ങൾ ഡെയിലി എന്താണോ ചെയ്യുന്നത്, നിങ്ങളുടെ സെഷനിൽ എന്താണോ ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ഭാവി എന്നാണ്. അതായത് ഒരു കളിക്കാരൻ അദ്ദേഹത്തിന്റെ ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യുന്ന ട്രെയിനിങ് ആണ് അയാളുടെ ഭാവി എന്ന് പറയുന്നത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ക്യാമ്പ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, പ്ലേയേഴ്സ് നമ്മൾ വർക്കൗട്ട് കൊടുക്കുമ്പോൾ പല പ്ലേയേഴ്സും ചിലപ്പോൾ അതിന്റെ ആ ഫുൾ ആക്ഷൻ അല്ലെങ്കിൽ ഫുൾ ഇന്റൻസിറ്റിയിലായിരിക്കില്ല ചെയ്യുന്നത്. ചിലപ്പോൾ അത് കോച്ചിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യും, ചിലപ്പോൾ ഒരു പെയിൻ ആ സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കോച്ചിന്റെ മനസ്സിൽ ഇത് ആ പ്ലെയറിന് സപ്പോസ് ആ പ്ലെയറിന്റെ റണ്ണിങ് ബയോമെക്കാനിക്സ് ഇംപ്രൂവ് ചെയ്യാനാണ്. റണ്ണിങ് ബയോമെക്കാനിക്സ് ഇംപ്രൂവ് ചെയ്ത് കൊടുത്താൽ ആ പ്ലെയറിന് എളുപ്പം കളിക്കാൻ പറ്റും. അയാളുടെ ഡ്രിബിളിംഗ് ക്വാളിറ്റി എല്ലാം അയാളുടെ ബോഡി മെക്കാനിക്സും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. സപ്പോസ് ഒരു കോമ്പറ്റീഷന് മുന്നേ ഇന്ന ദിവസം എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ആ പ്ലെയർ ഡെവലപ്പ് ചെയ്യണമെന്ന് കോച്ചിന്റെ മനസ്സിലുണ്ടെങ്കിൽ കോച്ച് കൊടുക്കുന്ന വർക്കൗട്ട് ഈ പ്ലെയർ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പം ഈ ബിൽ ഗേറ്റ്സ് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ ഡെയിലി റുട്ടീൻ, നിങ്ങൾ ട്രെയിനിങ് സെഷനിൽ എങ്ങനെ നിങ്ങൾ 100% ആത്മാർത്ഥത കാണിക്കുന്നു. ഒരു മൂവ്മെന്റ് ചെയ്യാൻ പറയുമ്പോൾ അത് 100% ഇന്റൻസിറ്റിയിൽ ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് 16-20 പ്ലേയേഴ്സ് ചിലപ്പോൾ കോച്ചിങ് കൊടുക്കുമ്പോൾ 3-4 പ്ലേയേഴ്സാണ് മേളിലേക്ക് വരുന്നത്. അതിന്റെ കാരണം ഇതാണ്, അവരതിന്റെ കറക്റ്റ് ഇന്റൻസിറ്റി ചെയ്യുമെന്നുള്ള. അപ്പൊ നിങ്ങളുടെ ട്രെയിനിങ് സെഷൻ നിങ്ങൾ ഒരു കോംപ്രമൈസും കാണിക്കരുത്, ഫുൾ ഇന്റൻസിറ്റി ചെയ്യുക, ആ ഫുട്ബോളിലെ ഡ്രീം അച്ചീവ് ചെയ്യുക. ബൈ.